യേശുവേ മഹത്വം. ഹല്ലേലൂയ. 2 മക്കാബയർ 1:19 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു. അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു. വളരെ കാലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹേമിയ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു. അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു. അത് കോരിക്കൊണ്ടുവരാൻ നെഹേമിയ ആജ്ഞാപിച്ചു. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകിന്മേൽ ബലിവസ്തുവിന്മേൽ ആ ദ്രാവകം തെളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരു അഗ്നി ആളിക്കത്തുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒന്ന് കരമടിച്ച്, എല്ലാവരും ശക്തമായി ഒന്ന് കരമടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എന്താണ് ഈ വചനത്തിലൂടെ പറഞ്ഞത്? പേർഷ്യ രാജാവ് അടിമകളായി പിടിച്ചുകൊണ്ടുപോകുക യഹൂദ ജനത്തെ. ഇപ്പൊ നമുക്കറിയാം, ചൂരൽമലയിലും വയനാടിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെയും കഴിഞ്ഞ വർഷം അല്ലേ എന്തുണ്ടായി? പ്രളയമുണ്ടായി. അവിടുത്തെ വീടുകൾ ഒന്നായി ഒലിച്ചുപോയി. ഇങ്ങനെ പ്രളയവും കടുത്ത പേമാരിയും പെയ്യുമ്പോൾ വീടുകൾ തകർന്നു പോകുമ്പോൾ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹമുള്ളവര് എന്താ ചെയ്യുക? വീട്ടില് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും കിട്ടാൻ പറ്റാവുന്ന എടുക്കും. സ്വർണം ചിലപ്പോൾ എടുത്തുനിന്ന് വരും അല്ലേ? സ്വർണ്ണൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുനിന്ന് വരും. പക്ഷെ അതുപോലെ എടുക്കാൻ ചില സമയം കിട്ടിയെന്ന് വരില്ല. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതുപോലെ പേർഷ്യ രാജാവ് അടിമകളായി പിടിച്ചുകൊണ്ടുപോവാ യഹൂദ ജനത്തെ. ഇനിയൊരു തിരിച്ചുവരവുണ്ട് അവർക്ക്? തിരിച്ചുവരവില്ല. അടിമയായി പിടിച്ചുകൊണ്ടേ ഒരു വ്യക്തി ഒരു അടിമച്ചന്തയിൽ നിന്ന് മറ്റൊരു അടിമച്ചന്തയിലേക്ക് വിൽക്കപ്പെടുകയല്ലാതെ അവർക്കൊരു തിരിച്ചുവരവില്ല. ഇങ്ങനെ പ്രശ്നം കലുഷിതമായി നിൽക്കുമ്പോൾ പേർഷ്യ രാജാവ് ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകുമ്പോൾ എന്താ വചനം എഴുതി വച്ചിരിക്കുന്നത്? ഭക്തരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിപ്പിച്ചു വെച്ചു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കാതിരിക്കട്ടെ, ഒരു വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായി. ഉടനെ നമ്മളെല്ലാവരും ഓടി രക്ഷപ്പെടുമ്പോൾ നമ്മുടെ വികാരിച്ചൻ വന്നിട്ട് ബലിപീഠത്തിൽ സൈഡിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ മെഴുകുതിരി എടുത്ത് കൊണ്ട് ഓടുകയാണ്. എല്ലാവരും പറയും, അച്ഛൻ എന്ത് വട്ടാണ് ചെയ്യുന്നത്? അച്ഛൻ ജീവൻ രക്ഷിക്ക്, മെഴുകുതിരി ഇനിയും കിട്ടും. അച്ഛൻ എന്തിനാ ഇത് എടുക്കാനായിട്ട്? അപ്പൊ നമ്മളൊക്കെ അങ്ങോട്ട് ഓടുമ്പോ വികാരിച്ചൻ ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഈ ബലിപീഠത്തിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി എടുത്തിട്ട് അച്ഛൻ ഓടുകയാണ്. ഇതെല്ലാം വീഴാൻ പോകുന്ന സമയത്ത് അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. ഈ കത്തിച്ചു വെച്ച മെഴുകുതിരി ഫാന്റെ കാറ്റ് പേമാരിയും കൊടുങ്കാറ്റിലും കെടാതെ സൂക്ഷിക്കാൻ കയ്യൊക്കെയും പൊത്തിപ്പിടിച്ച് അച്ഛൻ ഇത് വളരെ കെയറായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ സ്വർണമോ സർട്ടിഫിക്കറ്റോ ഒക്കെ നോക്കുന്നു. പക്ഷെ അച്ഛൻ ബലിപീഠത്തിൽ കത്തിച്ചു വെച്ച വിളക്കെടുത്ത് അച്ഛൻ ഓടുകയാ. അങ്ങനെയല്ല ഇതിലെഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഞാൻ ഒന്നുകൂടി വായിക്കാം. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിപ്പിച്ചു വെച്ചു. അത് രഹസ്യമായിരിക്കണമെന്നും അവർ ആഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിളക്ക് കൊണ്ടുപോയിട്ട് എവിടെ ഇട്ടെന്നാ പറഞ്ഞേ? നല്ല കിണറിലോ? ഉറക്കെ പറയേ, നല്ല കിണറിലാണോ ഇട്ടത്? ഇത്രയും റിസ്ക് എടുത്ത് നമ്മുടെ വികാരിയച്ഛൻ ഈ വിളക്കെടുത്ത് ഉപയോഗശൂന്യമായ ഒരു പൊട്ടക്കിണറുണ്ട് നമ്മുടെ ഈ പള്ളി അതിർത്തിയിൽ. നല്ല കിണറുണ്ട്. അച്ഛനും ഇവിടുത്തെ ആത്മാവിലും ഇവിടെ ശുശ്രൂഷകരൊക്കെ വെള്ളം കുടിക്കുന്ന നല്ല കിണറുണ്ട്. ആ പൊട്ടക്കിണർ പണ്ടെങ്ങാനോ ഏതോ കാർന്നിൽ കുത്തി വെള്ളമില്ലാതെ മുള്ളുകളും പാമ്പുകളും അങ്ങനെ ചെളി പിടിച്ച് ഇങ്ങനെ പായൽ പിടിച്ചിരിക്കുന്ന അപ്പൊ എല്ലാവരും അതിശയം. അച്ഛൻ ഇതാ ഈ വിളക്കെടുത്ത് വീണ്ടും അച്ഛൻ എവിടേക്ക് പോകുന്നു? പഴയ കിണറിന്റെ അവിടേക്ക് പോകുന്നു. എന്നിട്ട് അച്ഛൻ ഈ പൊട്ടക്കിണറ്റിലേക്ക് ഈ തിരി അങ്ങ് ഇടുകയാണ്. കത്തിച്ച് ഈ വിളക്ക് അങ്ങ് ഇടുകയാണ്.
അച്ഛൻ അത് അരമനയിലൊന്നും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അത് രഹസ്യമായിരിക്കണമെന്ന് അച്ഛനും ആഗ്രഹിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. എത്ര കാലമാണ് പ്രിയരെ കഴിഞ്ഞ്? വളരെ കൊല്ലങ്ങൾക്ക് ശേഷം, കണ്ടോ, വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ നെഹേമിയ എന്നൊരു പ്രവാചകൻ വരികയാ. പ്രിയരെ, എന്തോ ഒരു മുത്താന്നറിയോ? ഈ വചനത്തിന്റെ സത്യം തിരിച്ചറിഞ്ഞാൽ, ഈ വചനത്തിന്റെ സത്യമാണ് എന്നെയും നിങ്ങളെയും ഈ ദേവാലയത്തിൽ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണോ ഈ വചനത്തിന്റെ സത്യം? ഞാനും നിങ്ങളും ഒരു കാലഘട്ടത്തിൽ പൊട്ടക്കിണറുകളായിരുന്നു. ഞാനും നിങ്ങളും ഒരു കാലഘട്ടത്തിൽ പൊട്ടക്കിണറുകളായിരുന്നു. ഡിഗ്രി പഠിക്കുമ്പോ, PG ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ച് ബോംബെയിൽ പോയപ്പോൾ, ഗോവയിലായിരുന്നപ്പോ, വിദേശത്തായിരുന്നപ്പോ, വിശുദ്ധ കൂദാശകളോടും ദൈവവചനത്തോടും പുരോഹിതരോടും സമർപ്പിതരോടൊന്നും നമുക്കത്ര വലിയ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അല്പം സമ്പത്ത് വന്നപ്പോ നമുക്ക് ഇതൊക്കെയും പണിയില്ലാത്തവന്റെ പണിയായി മാറി. എന്നാൽ എന്റെ പ്രിയരെ, അപ്പോഴും നമ്മുടെ ഇടവകയിലെ വികാരിച്ചന്മാർ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങള്, നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങൾ പൊട്ടക്കിണറായിരുന്നപ്പോഴും ഇന്നോ നാളെയോ എന്റെ മകൻ മാനസാന്തരപ്പെടുമെന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവിന്റെ തീ എന്റെയും നിങ്ങളുടെയും ശിരസിലേക്ക് ഇട്ടു. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ ശക്തിയോടെ. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം, അല്ലേ, 25-30 ഉണ്ടായിരുന്ന ഒരു പ്രായം, 18-നും 16-നും ഇടയിലുള്ള ഒരു പ്രായം, ഇന്ന് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അന്ന് വന്നത് നെഹേമിയാണ്, ഇന്ന് നമ്മുടെ വികാരിച്ച് നമ്മുടെ ഇടവകയിലേക്ക് വന്നു. അച്ഛൻ തീരുമാനിച്ചു, നമുക്കൊരു ജാഗരണ പ്രാർത്ഥന ഇവിടെ ചെയ്യാം. പോളാറാമൻ മാർപ്പാപ്പ ഒരു ദിവസം റോമൻ ഡിപ്ലോമാറ്റുകൾക്ക് ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.